എന്താടാ എല്ലാവരും എന്നെ തന്നെ നോക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാലും എന്റെ റോയ്ച്ച എന്തായിരുന്നു ഇന്നലത്തെ പെർഫോമൻസ്? അതാണോ? ഞെട്ടിച്ചു, അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. എപ്പോഴും അങ്ങനെ തന്നെ ആയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ വേണ്ട റോയ്ച്ച പ്ലീസ്. അങ്ങനെ ആയാൽ പിന്നെ നമുക്ക് റോയിച്ചന്റെ പ്രശ്നങ്ങൾ തീർക്കാനേ സമയം കാണും. അതെ. അങ്ങനെയെങ്കിലും നിനക്കൊക്കെ കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ. എന്നിട്ടെന്തായി? മുഴുവൻ പറ. പിന്നെ ഒരു പോലീസുകാരനായി ഉടക്കിയ ശേഷം ഒരു കാറുകാരനായി മുട്ടി. മുട്ടിയോ? ആ മുട്ടിലല്ല, പ്രശ്നമായിന്ന്. കാറുകാരൻ സൈഡ് ഒന്നില്ല. അവസാനം റോയ്ച്ചൻ ബൈക്ക് സെൻട്രൽ സ്റ്റാൻഡിലിട്ട് നിർത്തി. എന്നിട്ടെന്താ, ഞങ്ങള് രണ്ടുപേരും കരഞ്ഞ് കാല് പിടിച്ചിട്ടും റോയ്ച്ചന് ഒരു കുലുക്കുമില്ല. അവസാനം എങ്ങനെയൊക്കെയാ അവിടുന്ന് കൊണ്ടുവരാ ചെയ്ത. എന്റെ റോയ്ച്ച, സിനിമയിലെ കണ്ടിട്ടുള്ളൂ ഇതുപോലത്തെ സീൻസ്. ഇപ്പൊ എന്റെ ഇച്ഛായനാണെന്ന് പറയാൻ തന്നെ പേടി ഒന്നുണ്ട്. ഈ പേടി എപ്പോഴും ഉണ്ടാവും. ഇനിയും പലതും ഇതുപോലെ പ്രതീക്ഷിക്കാം. അയ്യോ മതി റോയ്ച്ച, ഇപ്പൊ തന്നെ തൃപ്തിയായി. എനിക്ക് കാണാൻ വേണ്ടി ഒരു ദിവസം കൂടി കാണിച്ചതാ. എന്നിട്ട് നീ എന്നെ ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാൽ മതി. എന്നാൽ ഇത് മിസ്സായല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ ഇനി അത് കാണാൻ ഒരു വഴിയില്ലേ? ഉണ്ട്, നാളെ ദൂരദർശനിൽ ഹൈലൈറ്റ്സ് ഉണ്ട്, അപ്പൊ മോള് കണ്ടോട്ടാ. ഓ ശരി. എന്താ റോയ്ച്ച? ഇവിടുന്ന് ആർക്കും ഓഫീസിലും കോഫി ഷോപ്പിലൊന്നും പോകല്ലേ? പാറു, നിനക്കുന്ന ഓഫീസിലെ എന്റെ റോയ്ച്ച, പിന്നെ ഓഫീസിൽ കൊണ്ടുവരോ? ഞാൻ പോവാൻ നോക്ക. ടോണി, നീ പല്ലേച്ചോ? ഇല്ല. ഇത്രയും നേരമായിട്ടും പല്ലേക്കാതെ ഇവിടെ വന്നിരിക്കാൻ നിനക്ക് നാണമല്ലടാ? നിന്നെ കണ്ടല്ലേ പിഴിഞ്ഞെടുക്കണം. ഇല്ല റോയ്ച്ച, ഞാൻ പല്ലേച്ച. എന്താ ഇത്രയും മതി നിനക്ക്? ആക്ടിങ് ആയിരുന്നല്ലേ? എന്താ ഇവിടെ? ഈ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല രസല്ലേ? പിന്നെ നല്ല രസമുണ്ട്. മരം കണ്ടോ? കുട്ടിക്കാലം മുതലേ ഞങ്ങള് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ഓ, അപ്പൊ നിങ്ങൾ ഒന്നിച്ചായിരുന്നല്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നേ? അതല്ല, പണ്ട് ഞാൻ എപ്പോഴും ഇവിടെ വന്നിരിക്കും. പിന്നെ ഇതിന്റെ മുകളിൽ നിറച്ചും പക്ഷികൾ വന്നിരിക്കുവായിരുന്നു. അതെ, ബയോളജി ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് രാവിലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അതല്ലടാ, നിനക്കറിയാത്തോണ്ടാ. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. എന്നാ ഭംഗിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് മോള് സമയം കളയണം. ഞാൻ വീട്ടിൽ പോയി വല്ല ഡിസ്കവറി ചാനലും കണ്ടോ? നീ പോടാ. അപ്പൊ ശരി, ഞാൻ പോട്ടെ. നിക്ക് നിക്ക്. എന്താ കാര്യം? വേഗം പറ. അപ്പൊ ശരി, ഞാൻ വീണ്ടും പോട്ടെട്ടാ. പോവല്ലേ, ഞാൻ പറയാം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പെങ്കിലും പറയാവോ? പറയട്ടെ. വേണ്ട, നമുക്ക് വൈകുന്നേരം വരെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാം. ഞാൻ അനുവിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. എന്തിന്? ടോണിയോട് അവള് പോയി ഇഷ്ടാന്ന് പറയാൻ. ശരിക്കും? അപ്പൊ ടോണിക്കറിയോ? ഇല്ല, അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ഏതായാലും ഇക്കൊല്ലത്തെ ഭാരതരത്നം നിനക്ക് തരാം. ഇത്രയും വലിയ ത്യാഗം ചെയ്തതല്ലേ. നീ ഇപ്പോഴെന്നെ കളിയാക്കുക അല്ലേ? എനിക്കറിയാം, നിങ്ങളൊക്കെ ആ ടോണിയുടെ സൈഡാണ്. അതെ, അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോ തന്നെ കിടക്കപ്പായെന്ന് ഓടി ഞാൻ വന്നത്. ഇനി നീ എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരുന്ന പ്രശ്നമില്ല. ശരി, എന്നാ നീ പ്രോമിസ് ചെയ്യും. എന്ത് പ്രോമിസ്? ഇനി നീ എങ്ങോട്ട് വിളിച്ചാലും ഞാൻ വരില്ല. അതല്ലടാ, ഈ കാര്യം ടോണിയോട് പറയില്ലാന്ന്. ശരി ശരി എന്ന് പറഞ്ഞാ പോരാ, ഗോഡ് പ്രോമിസ് ചെയ്യണം. ഓ, ഇതൊരു ശല്യല്ലോ. ഗോഡ് പ്രോമിസ്, ഇത് ഞാൻ ടോണിയോട് പറയില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷം വരുന്ന കാണുമ്പോഴല്ലേ നമ്മൾ സന്തോഷിക്കേണ്ടത്, അല്ലാതെ അവരെ ദുഃഖിപ്പിച്ചിട്ടല്ലോ. അല്ലടാ? ഞാൻ ഇനി എന്റെ ജീവിതം തരാന്ന് പറഞ്ഞാലും വേണ്ട, അവളെന്നെ തല്ലിക്കൊല്ലും. प्यार का मुझे चुन लिया मैंने सुन लिया. പാറു, ഒരു കാര്യം പറയട്ടെ? പറ. സത്യം പറയാലോ, നിന്റെ ഈ പാട്ട് കേട്ടിരിക്കാൻ എന്ത് രസാന്നറിയോ? രാവിലെ തന്നെ എന്നെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുക അല്ലേ? ഞാൻ പറഞ്ഞൊക്കെ നിനക്ക് കളിയാക്കലായിട്ടാ തോന്നിയേ? അല്ല പിന്നെ? നീ പറഞ്ഞത് എനിക്ക് ശരിക്കും ഇഷ്ടായി. ഞാനൊരു കാര്യം പറയട്ടെ?
എന്താ? ഇന്ന് നമുക്ക് പുറത്തു പോയാലോ? ആ പോവാം. എങ്ങോട്ട് പോവും? ടോണിനോട് ചോദിക്കാം. ടോണിനെ കൂട്ടണ്ട, പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം. അതെന്നെ പറ്റിക്കാൻ പറഞ്ഞല്ലേ? അല്ലടാ, സീരിയസ് ആയിട്ട്. അപ്പോ അപ്പൊ പാറുനെ ഇഷ്ടാ? പിന്നെ പാറുവിന് വേറെ ആരെയാടാ ഇഷ്ടം? എടാ ടോണി, ഇങ്ങോട്ട് വാടാ. വട്ടായടാ, മുഴുവട്ടായി. നീ വേഗം പോയി ഡ്രസ് ചേഞ്ച് ചെയ്യ്. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അയ്യോ അയ്യോ, അപ്പൊ ഞാൻ ഷോപ്പിങ്ങിന് ഒറ്റയ്ക്ക് പോണ്ടി വരുമോ? തെണ്ടി ടോണി.